ഉക്രൈൻ എന്നുള്ള രാജ്യത്തു നിന്നാണ്. യുക്രൈനിലെ ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിലാണ് താമസം. കഴിഞ്ഞ 40 വർഷത്തോളമേ അവിടെ താമസം. ഇപ്പോൾ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. കാരണം വിൻ്റർ അതിൻ്റെ ഏറ്റവും ഉഗ്രമായ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. -20 ആണ് പുറമെ. ഈ റഷ്യയുടെ നിരന്തരമായ ബോംബിടൽ കാരണം അവിടുത്തെ എനർജി സിസ്റ്റമും ഇലക്ട്രിസിറ്റി സിസ്റ്റവും ഒക്കെ തകരാറിലായിരിക്കുകയാണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയും വെള്ളവും വളരെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ 2 ആഴ്ചയായി നാട്ടിൽ വന്നിട്ട്. ഇപ്പോൾ ഇവിടെ മടക്കം ഞാൻ ഫെബ്രുവരി അവസാനം തിരിച്ചു പോകും. എങ്ങനെയാണ് പോകുന്നത്? അവിടേക്കിപ്പോൾ പോകണമെങ്കിൽ ഏതെങ്കിലും യൂറോപ്പിൽ വഴി വന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറി പോകണം. കാരണം ഡയറക്റ്റായിട്ടുള്ള ഫ്ലൈറ്റ് ഇല്ല, എയർപോർട്ട്സ് എല്ലാം അടച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും അയൽ രാജ്യത്ത് ചെന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറി പോകും. അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ അവിടെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലാണ്. ഐ ആം എ ഡോക്ടർ. ഞാൻ അവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ കൺസൾട്ടൻ്റ് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട്. അതൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട്, ഇമ്മീഡിയറ്റ് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിസ്കഷനാണ്. ഫ്ലോർ ഓപ്പൺ ആണ്. അത് നമുക്ക് ഇവിടെ പറയാം. നമ്മുടെ മുന്നോട്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് വളരെ കഴിയും. ബഹുമാന്യായ സ്പീക്കർ, നടത്താൻ നോർക്കയ്ക്കും അതുപോലെ ലോക കേരള സഭയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ആദ്യമായി പറയുകയാണ്. പക്ഷേ